വീഡിയോ ചെയ്യുന്നത് നമ്മുടെ S2, S4, S6 ഗ്രേഡ് കാൽക്കുലേഷനെ കുറിച്ച് പലർക്കും പലയധികം ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ ആ ഡൗട്ട്സിനെ ബേസ് ചെയ്ത് ഞാനും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയതിനെ ബേസ് ചെയ്തിട്ട് എക്സാമ്പിൾ സഹിതം നിങ്ങൾക്ക് അതൊന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്, ഏത് സ്കീംകാർക്കാണെങ്കിലും ഇതുവരെയുള്ള, അതായത് പ്രീവിയസ് സെമസ്റ്റർ S2കാർക്കാണെങ്കിൽ S1 വരെയുള്ള CGPA എടുക്കുന്നു, S1-ലെ CGPA എടുക്കുന്നു. ദെൻ S4കാർക്കാണെങ്കിൽ S3 വരെയുള്ള CGPA എടുക്കുന്നുണ്ട്. S6കാർക്കാണെങ്കിൽ S5 വരെയുള്ള CGPA എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പ്രീവിയസ് സെമസ്റ്റർ വരെ നിങ്ങൾക്ക് എത്ര CGPA കിട്ടിയിട്ടുണ്ടോ ആ CGPA പെർസെൻറ്റേജ് ഓഫ് മാർക്സിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം അതിനെ നിയറസ്റ്റ് ഇൻഡിജറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്ത് കിട്ടുന്ന ആ പെർട്ടിക്കുലർ മാർക്ക്, ആ ഇൻഡിജർ മാർക്കാണ് നിങ്ങളുടെ എൻഡ് സെമസ്റ്റർ മാർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഒരു സബ്ജക്റ്റിന്, ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന് ആ ഒരു മാർക്കാണ് കൺസിഡർ ചെയ്യുന്നത്. അതിനുശേഷം അതേ സബ്ജക്റ്റിന് നിങ്ങൾക്ക് ഇൻറ്റേർണൽ മാർക്സ്, കോളേജ് അലോട്ട് ചെയ്തിരിക്കുന്ന ഇൻറ്റേർണൽ മാർക്സ് എങ്ങനെയാണ് നിങ്ങൾക്ക് അലോട്ടായി വന്നിരിക്കുന്നത് അതിനെ നോർമലൈസ് ചെയ്തതിന് ശേഷം അത് ഈ മാർക്കിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ മാർക്കിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 2019 സ്കീമുകാർക്കാണെങ്കിൽ എൻഡ് സെമസ്റ്റർ മാർക്സിന് 40% സ്കോർ ചെയ്യണം. അതോടൊപ്പം തന്നെ എൻഡ് സെമസ്റ്റർ മാർക്കും നിങ്ങളുടെ ഇൻറ്റേർണൽ മാർക്കും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 50% രണ്ടും കൂടി വരുകയും വേണം. ഈ രണ്ട് ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ സബ്ജക്റ്റിന് പാസ്സാവുള്ളൂ. അപ്പോൾ 2015 സ്കീമുകാർക്കാണെങ്കിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. നിങ്ങൾക്ക് 45% സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സബ്ജക്റ്റിന് പാസ്സാവും എന്നുള്ളതാണ് അവിടെ വരുന്നത്. അപ്പോൾ ഈ രണ്ട് സ്കീമുകാർക്കും ചെറിയ ചെറിയ ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇനി നിങ്ങളുടെ CGPA, SGPA ഒക്കെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ലോഗിനിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. അതല്ല എങ്കിൽ നിങ്ങൾക്ക് സ്വയം അത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ CGPA അപ് ടു പ്രീവിയസ് സെമസ്റ്റർ വരെയുള്ള CGPA, SGPA എല്ലാം തന്നെ നിങ്ങൾക്ക് സ്വയം കാൽക്കുലേറ്റ് ചെയ്യാം. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ CGPA കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ആ കാൽക്കുലേറ്റ് ചെയ്ത CGPA-നെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതിന് നമുക്ക് കയറ്റി ഒരു ഫോർമുല പറഞ്ഞിട്ടുണ്ട്. ആ ഫോർമുല ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ കൺവേർഷൻ ചെയ്യുന്നത്. കൺവേർട്ട് ചെയ്ത് കിട്ടിയ ആ മാർക്കിനെയാണ് നിയറസ്റ്റ് ഇൻഡിജറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുന്നത്. റൗണ്ട് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് നിങ്ങളുടെ എൻഡ് സെമസ്റ്റർ മാർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് 2015 സ്കീമിൻ്റെ ഗ്രേഡ് കാൽക്കുലേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ അതിൽ അവർ പറയുന്നുണ്ട് നിങ്ങൾക്ക് മിനിമം CGPA 4.33 വേണം. ഓക്കെ, മിനിമം CGPA 4.33 വേണം. ഇത് എന്തിൻ്റെ ബേസിസിലാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 40% എന്നുള്ള ഒരു കാൽക്കുലേഷനിലാണ് ഈ പറയുന്നത്. നിങ്ങൾ മിനിമം പാസ്സാവണമെങ്കിൽ 40% വേണം. ആക്ച്വലി വേണ്ടത് 45% ആണ്. അതിൽ 5% നിങ്ങൾക്ക് മോഡറേഷൻ തരുന്നുണ്ട്. ആ 5% പോയിട്ട് ബാക്കി വരുന്നതെന്ന് പറഞ്ഞാൽ 40% ആണ്. അത് എന്ന് പറയുന്നത് CGPA-യുടെ 40% എന്ന് പറയുമ്പോഴത്തേക്ക് അത് 4.33 ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ 4.33 ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു റിസൾട്ട് പ്രോസസ്സിങ് നടക്കത്തുള്ളൂ, എങ്കിൽ മാത്രമേ നിങ്ങൾ പാസ്സാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 4.33 നിങ്ങൾക്ക് CGPA പ്രീവിയസ് സെമസ്റ്റർ വരെ ഉണ്ട് എങ്കിൽ ഈ കാൽക്കുലേഷൻ നടക്കും. അതിനെ ആദ്യം എന്ത് ചെയ്യും, പെർസെൻറ്റേജ് ഓഫ് മാർക്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. പെർസെൻറ്റേജ് ഓഫ് മാർക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടിയ ആ CGPA, ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന CGPA എത്രയാണോ ആ CGPA, ഇതിപ്പോൾ ഞാൻ മിനിമം CGPA വെച്ച് ചെയ്തിരിക്കുകയാണ്. 4.33 ഇൻറ്റു 10 മൈനസ് 3.75. ഇതാണ് നമുക്ക് CGPA-നെ പെർസെൻറ്റേജ് ഓഫ് മാർക്സിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 39.5. ഓക്കെ, 39.55 എന്നുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇതിനെ എന്ത് ചെയ്യും, നിയറസ്റ്റ് ഇൻഡിജറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും. റൗണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇത് 40 ആയിട്ട് കിട്ടും. ഓക്കെ, ദെൻ 40യുടെ കൂടെ +5 മോഡറേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആ മോഡറേഷൻ +5, അങ്ങനെ നിങ്ങൾക്ക് 45 ആയിട്ട് കൺസിഡർ. ഈ 45 ആണ് നിങ്ങൾക്ക് എൻഡ് സെമസ്റ്റർ എക്സാമിന് നിങ്ങൾ സ്കോർ ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യുന്ന മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ
100-ൽ നിങ്ങൾ 45 സ്കോർ ചെയ്തതായിട്ട് എടുക്കും. അപ്പോൾ എല്ലാ സബ്ജക്ട്സിനും നിങ്ങൾക്ക് 45 ആയിരിക്കും അവിടെ വരിക. പിന്നെ നിങ്ങൾക്ക് വേരി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിലും ഇന്റേണൽ മാർക്സ് എത്രയാണോ കിട്ടിയത് അതിനെ ബേസ് ചെയ്താണ് ഇനി ബാക്കി കാൽക്കുലേഷൻസ് വരുന്നത്. ഓക്കെ, സോ അപ്പോൾ ആ ഇന്റേണൽ മാർക്സ് നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന എത്രയാണോ അതിനെ നോർമലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പം യൂണിവേഴ്സിറ്റി എക്സാമിന് 45 കിട്ടിയെന്ന് വിചാരിക്കാം. അങ്ങനെയാണ് എങ്കിൽ നിങ്ങളുടെ ഇന്റേണൽ മാർക്സിന്റെ പെർസെൻറ്റേജ് ഇതിപ്പോൾ 45% ആണ്. ഈ 45%ന്റെ കൂടെ 25% കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ വരാൻ പാടുള്ളൂ. ഓക്കെ, അതായത് 70% ആണ് നിങ്ങൾക്ക് മാക്സിമം വരാൻ പറ്റുന്ന ഇന്റേണൽ മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതിൻ്റെ കൂടെ 25 കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് നമുക്ക് എത്ര കിട്ടും? 70 കിട്ടും. സോ 70 ആയിരിക്കും നിങ്ങളുടെ മാക്സിമം ഇന്റേണൽ മാർക്ക് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 70% എബോവ് ഇന്റേണൽ മാർക്സ് അലോട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് അവിടെ നോർമലൈസ് ചെയ്ത് കട്ട് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് മാക്സിമം 70% വരുന്ന രീതിയിലായിരിക്കും അവിടെ ആ നോർമലൈസേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വേറെ വല്ല കാൽക്കുലേഷനോ ഉണ്ടോ എന്നുള്ളത് എനിക്കും കൃത്യമായിട്ട് അറിയത്തില്ല. റെഗുലേഷനിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഇങ്ങനെയാണ് വരുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇപ്പോൾ 45 ആണ് നിങ്ങൾക്ക് എൻഡ് സെമസ്റ്റർ മാർക്ക് കിട്ടിയതായിട്ട് കൺസിഡർ ചെയ്യുന്നത്. 70% ഇന്റേണൽ മാർക്സ് നോർമലൈസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇന്റേണൽ മാർക്ക് 40 കിട്ടിയെന്ന് വിചാരിക്കാം. ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന് നിങ്ങൾക്ക് ഇന്റേണൽ മാർക്ക് 40 കിട്ടിയെന്ന് വിചാരിക്കാം. ദെൻ ഇതിനെ എന്ത് ചെയ്യും? നോർമലൈസ് ചെയ്യും. ഓക്കെ, നോർമലൈസ് ചെയ്യുന്ന സമയത്ത് ഔട്ട് ഓഫ് 50-ൽ 40 എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കും. ആ പെർസെൻറ്റേജ് 70% വരെ നിങ്ങൾക്ക് അലോ ചെയ്യത്തുള്ളൂ. സോ നിങ്ങൾക്ക് അവിടെ അലോ ചെയ്യാൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുന്നത് 35 ആണ്. ഓക്കെ, അതായത് ഔട്ട് ഓഫ് 50 നോക്കുമ്പോൾ 50-യുടെ 70%, 50-യുടെ 70% എന്ന് പറയുന്നത് 35 ആണ്. നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത് 40 ആണ്. അത് പറ്റില്ല. നിങ്ങൾക്ക് മാക്സിമം 35 നിങ്ങൾക്ക് അവിടെ കിട്ടത്തുള്ളൂ. സോ അപ്പോൾ ആ 40 എന്നുള്ളത് നോർമലൈസ് ആയി 35 ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ്റെ മാർക്ക് എന്ന് പറയുന്നത് ഈ കിട്ടിയ 45 പ്ലസ് ഈ നോർമലൈസ് ചെയ്ത ഇന്റേണൽ മാർക്ക് ആയിരിക്കും വരിക. അപ്പോൾ ടോട്ടൽ വരുമ്പോഴത്തേനും 78 ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൻ്റെ ഔട്ട് ഓഫ് 150-ലുള്ള മാർക്സ്. നമുക്ക് ഏത് സബ്ജക്റ്റ് എടുത്താലും 50 മാർക്സ് ഇന്റേണലും 100 മാർക്സ് യൂണിവേഴ്സിറ്റിയുമാണ്, അല്ലെ? യൂണിവേഴ്സിറ്റി എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള മാർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന 150-ൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 80 ആയിരിക്കും. എങ്ങനെയുള്ളവർക്ക് 4.33 CGPAയും ഇന്റേണൽ മാർക്ക് 40 ആണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ 35 ആണ് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 80 ആയിരിക്കും കിട്ടുന്നത്. സോ അപ്പം ഈ 80 ഔട്ട് ഓഫ് 150 എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഇതിൻ്റെ കറസ്പോണ്ടിങ്, അതായത് 150-ൽ 80 എന്ന് പറയുന്നത് 53.33% ആണ്. ഓക്കെ, 53.33% ആണ് 150-ൽ 80 എന്ന് പറയുന്നത്. സോ അപ്പോൾ നിങ്ങളുടെ ഗ്രേഡ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 എബോവ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിലായിരിക്കും നിങ്ങളുടെ ഗ്രേഡ് വരുന്നത്. സോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രേഡ് C ഗ്രേഡ് ആയിരിക്കും. ഈ ഒരു സബ്ജക്റ്റിന് നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രേഡ് C ഗ്രേഡ് ആയിരിക്കും. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു പെർട്ടിക്കുലർ കാൽക്കുലേഷൻ നടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് മിനിമം വേണ്ടത് 4.33 ആണ്. അപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന CGPA എത്രയാണോ ആ CGPA × 10 - 3.75 ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് ഓഫ് മാർക്സ് കിട്ടും. ആ പെർസെൻറ്റേജ് ഓഫ് മാർക്സിനെ എന്ത് ചെയ്യും? ആ കിട്ടിയിരിക്കുന്നത് ഡെസിമൽ പോയിന്റിലാണെങ്കിൽ അതിൻ്റെ നിയറസ്റ്റ് ഇൻഡിജറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും. റൗണ്ട് ഓഫ് ചെയ്ത സമയത്ത് കിട്ടിയിരുന്നത് 40 ആണ്. സോ ആ കിട്ടിയിരിക്കുന്ന 40-യുടെ കൂടെ മോഡറേഷൻ 5 മാർക്സ് ആഡ് ചെയ്യും. മോഡറേഷൻ 5 കൂടി കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 45. ഈ കിട്ടുന്ന മാർക്കാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിന് സ്കോർ ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഔട്ട് ഓഫ് 100-ൽ നിങ്ങൾ സ്കോർ ചെയ്ത മാർക്കാണ് ഈ 45 എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സബ്ജക്റ്റിന്
അപ്പോൾ നിങ്ങളുടെ എല്ലാ സബ്ജക്ട്സിനും 45 ആയിരിക്കും നിങ്ങൾ ആ ഒരു മാർക്ക് വരിക. ഇനി ഇന്റേണൽ മാർക്സിന്റെ ഇതാണ്. ഇന്റേണൽ മാർക്സിനെ നോർമലൈസ് ചെയ്താണ് എടുക്കുന്നത്. ഇപ്പോൾ 2015 സ്കീമുകാർക്കാണെങ്കിൽ നമുക്ക് പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 45% ആണ്. പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അത് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ, യൂണിവേഴ്സിറ്റി എക്സാമിനേഷന്. ദെൻ അതിൻ്റെ കൂടെ തന്നെ 25%ൻ്റെ വ്യത്യാസം മാത്രമേ ഇന്റേണൽ മാർക്സും യൂണിവേഴ്സിറ്റി എക്സാം മാർക്സും തമ്മിൽ അലോഡ് ആയിട്ടുള്ളൂ. അതായത് മാക്സിമം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഇന്റേണൽ മാർക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 70% ആണ്. ഈ 70% എന്ന് പറഞ്ഞാൽ 45%ഉം അതിൻ്റെ കൂടെ 25% ആണ് നിങ്ങൾക്ക് മാക്സിമം വേരിയേഷൻ വരാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് ചേർന്ന് 70%. ഇൻ കേസ് നിങ്ങൾക്ക് 70% എബോവ് മാർക്സ് വന്നിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് റൗണ്ട് ഓഫ് ചെയ്ത് അത് 70%ലേക്ക് എത്തിക്കും. അതാണ് ഈ നോർമലൈസേഷൻ പ്രോസസ്സിൽ ചെയ്യുന്നത്. സോ നോർമലൈസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇന്റേണൽ മാർക്സ് 35 ആയിരിക്കും. 35നെ ആ കിട്ടിയ 35നെ നിങ്ങൾ എൻഡ് സെമസ്റ്റർ എക്സാമിന് സ്കോർ ചെയ്ത് 45ൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ഔട്ട് ഓഫ് 150ലുള്ള മാർക്ക്. ആ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് അതിൻ്റെ പെർസെൻറ്റേജ് എടുക്കുക. ആ പെർസെൻറ്റേജ് ഏത് കാറ്റഗറിയിലാണോ വരുന്നത് അതിനനുസരിച്ചുള്ള ഗ്രേഡ് പോയിന്റും ഗ്രേഡും ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. സോ അപ്പോൾ 50 എബോവ് എന്നുള്ള ഗ്രേഡ്, അതായത് നമുക്കിവിടെ ഇതെന്ന് പറയുന്നത് 80 എന്ന് പറയുന്നത് 150യുടെ 53.33% ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട് ആവുന്ന ഗ്രേഡ് എന്ന് പറയുന്നത് C ഗ്രേഡ് ആയിരിക്കും ഇവിടെ നടക്കുക. ഓക്കെ, ഇനി 2019 സ്കീം സ്റ്റുഡൻസിൻ്റെ കാര്യം നമുക്ക് നോക്കാം. 2019 സ്കീം സ്റ്റുഡൻസിന് പാസ് ആവണമെങ്കിൽ 2 ക്രൈറ്റീരിയ ആണുള്ളത്. അത് ഒന്നാമത് അവർ യൂണിവേഴ്സിറ്റി എക്സാമിന് 40% സ്കോർ ചെയ്തിരിക്കണം. അത് മാത്രം പോരാ, പിന്നെന്താണ്, നിങ്ങളുടെ ഈ യൂണിവേഴ്സിറ്റി എക്സാമിന് കിട്ടിയ മാർക്കും ഇന്റേണൽ മാർക്കും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 50% സ്കോർ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന് പാസ് ആയതായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അതനുസരിച്ചുള്ള കാൽക്കുലേഷൻ ഡിഫറൻസ് ആയിരിക്കും ഇവിടെ വരിക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങനെ വരുമ്പോൾ CGP ആണ് നിങ്ങൾക്ക് മിനിമം വേണ്ടത്. ആ മിനിമം CGPയുടെ കറസ്പോണ്ടിങ് എന്ന് പറയുന്നത്, അതായത് 40% എന്ന് പറയുന്നത് 10ൻ്റെ 40% എന്ന് പറയുമ്പോഴത്തേനും 3.7 ആണ് വരുന്നത്. അപ്പോൾ മിനിമം CGPA നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത് 3.7 ആണ്. സോ 3.7 ഉള്ളവരുടെ ആയിരിക്കും പ്രോസസ്സിങ് ചെയ്യുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് മാർക്സ് കാണാനായിട്ട് 3.7 × 10 മൈനസ് 2.5 ഇതാണ് പെർസെൻറ്റേജ് ഓഫ് മാർക്സിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഫോർമുല. സോ 3.7 × 10 മൈനസ് 2.5 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ 34.5% എന്നുള്ളതായിരിക്കും കിട്ടുന്നത്. അതിനെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് 35 ആയിട്ട് കിട്ടും. ഈ 35ൻ്റെ കൂടെ ഒരു 5 മാർക്സ് മോഡറേഷൻ ഉണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന യൂണിവേഴ്സിറ്റി എക്സാമിന് നിങ്ങൾ സ്കോർ ചെയ്യുന്ന മാർക്ക് എന്ന് പറയുന്നത് 40 ആയിരിക്കും ഔട്ട് ഓഫ് 100ൽ. അത് 3.7 CGPA ഉള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന CGPA അനുസരിച്ച് ഇതിൽ വ്യത്യാസം വരും. ഓക്കെ, സോ അപ്പോൾ കാൽക്കുലേഷൻ ഇങ്ങനെയാണ്. നിങ്ങൾക്ക് കിട്ടിയ CGPA × 10 മൈനസ് 2.5. ആ കിട്ടുന്നത് എത്രയാണോ അതിന് നിയറസ്റ്റ് ഇൻറ്റീജറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുക. റൗണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം +5 ആഡ് ചെയ്യുക. 5 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും നിങ്ങൾ ആ എൻഡ് സെമസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിറ്റി എക്സാമിന് സ്കോർ ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യുന്ന മാർക്ക് എന്ന് പറയുന്നത്. ഇനി ഇന്റേണൽ മാർക്സിൻ്റെ കേസാണ്. ഇന്റേണൽ മാർക്സിൻ്റെ നോർമലൈസേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് ഇവിടെ ഈ ഇന്റേണൽ മാർക്സ് എന്ന് പറയുന്നത് 40 നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിന് സ്കോർ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വേരിയേഷൻ വരാൻ പറ്റുന്നത് 30%. അതായത് മൊത്തത്തിൽ 70% ആണ് നിങ്ങൾക്ക് ഇന്റേണൽ മാർക്സ് മാക്സിമം കിട്ടാൻ അർഹതയുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിന് എത്ര സ്കോർ ചെയ്യുന്നുണ്ടോ അതിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 30% വേരിയേഷൻ മാത്രമേ അലോ ചെയ്യത്തുള്ളൂ. അതായത് മാക്സിമം നിങ്ങൾക്ക് 70% വരെ അലോഡായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അത് നിങ്ങൾക്ക് ഈ മാർക്കിൻ്റെ ബേസ് ചെയ്ത് മാറും കേട്ടോ. ഈ മാർക്കിനെ ബേസ് ചെയ്തിട്ട് ഈ മാർക്കിൻ്റെ കൂടെ 30 എന്നുള്ള രീതിയിലാണ് ആ ഒരു കാൽക്കുലേഷൻ വരുന്നത്. ആ വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഇന്റേണൽ മാർക്കിൽ വേരിയേഷൻ ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം 30%ൻ്റെ വേരിയേഷനെ ഇന്റേണൽ മാർക്കും യൂണിവേഴ്സിറ്റി എക്സാമിന് സ്കോർ ചെയ്യുന്ന മാർക്കും തമ്മിൽ വരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതനുസരിച്ചുള്ള നോർമലൈസേഷൻ പ്രൊസീജിയറാണ് നടത്തുന്നത്. ഓക്കെ,
സോ അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് 40 ആണ് നിങ്ങളുടെ ഇന്റേണൽ മാർക്സ് എങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്ത് നോർമലൈസ് ചെയ്ത് കഴിയുമ്പോൾ അത് 35 ആയിട്ട് മാറും. കാരണം 50യുടെ 70% എന്ന് പറയുന്നത് 35 ആണ്. സോ അതിലേക്ക് മാറും. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഇന്റേണൽ മാർക്ക് എന്ന് പറയുന്നത്. ദെൻ ഈ കിട്ടിയ 40 ഓക്കെ 40 അതിൻ്റെ കൂടെ ഈ 35ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 75 ആണ്. ഈ 75 ആണ് നിങ്ങൾ 150ൽ സ്കോർ ചെയ്യുന്ന മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, 150ൽ നിങ്ങൾ 75 സ്കോർ ചെയ്യും ആ പെർട്ടിക്കുലർ സബ്ജക്റ്റിന്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങളുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഈ സ്കോർ ചെയ്യുന്ന മാർക്ക് 50% എബോ ആയിരിക്കണം. 150യുടെ 50% എന്ന് പറയുമ്പോൾ 75 ആണ്. 75 ഓർ എബോ നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പാസ്സായതായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിവിടെ 3.7 എന്നുള്ള ആ ഒരു മിനിമം CGPA വരണം, അതായത് 40% വരണം. അതോടൊപ്പം തന്നെ എന്ത് വരണം, നിങ്ങൾക്ക് ഔട്ട് ഓഫ് 150 എടുക്കുന്ന സമയത്ത്, അതായത് ഇന്റേണൽ എക്സാമിനേഷൻ്റെ ഇന്റേണൽ മാർക്സും യൂണിവേഴ്സിറ്റിക്ക് നിങ്ങൾ സ്കോർ ചെയ്ത മാർക്സും തമ്മിൽ ചേർക്കുമ്പോൾ 50% എബോ നിങ്ങൾ സ്കോർ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റിന് പാസ്സായതായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിപ്പോൾ 75 ആണ് വന്നിരിക്കുന്നത്. ഈ 75 എന്ന് പറയുന്നത് 50% ആണ്. 75 എന്ന് പറയുന്നത് 50% ആണ്. ഇപ്പോൾ 2019 സ്കീം അനുസരിച്ച് 50% എന്ന് പറയുന്നത് B ഗ്രേഡാണ്, പാസ് ഗ്രേഡാണ്. 2015 സ്കീം അനുസരിച്ച് അതിന് വ്യത്യാസമുണ്ട്. രണ്ട് സ്കീമിലും ഗ്രേഡ് പോയിന്റിനും ഗ്രേഡ്സിനും വ്യത്യാസമുണ്ട്. അപ്പോൾ 2019 സ്കീം അനുസരിച്ച് 50% എന്ന എബോ വരുന്നതിൽ വരുന്ന ആ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് B ഗ്രേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് അസൈനായി വരുന്ന ഗ്രേഡ് എന്ന് പറയുന്നത് B ഗ്രേഡ് ആയിരിക്കും. സോ അപ്പോൾ ഒന്നുകൂടി പറയാം, നിങ്ങളുടെ ആദ്യം നിങ്ങൾക്ക് ഏത് പ്രീവിയസ് സെമസ്റ്റർ വരെ നിങ്ങൾക്ക് എത്രയാണോ CGPA കിട്ടിയത് ആ CGPA ആദ്യം പെർസെൻറ്റേജ് ഓഫ് മാർക്സിലേക്ക് കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ചെയ്യുന്ന എങ്ങനെയാണ്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന CGPA × 10 - 2.5 എന്നുള്ള ഫോർമുല അത് യൂസ് ചെയ്യുക. സോ അപ്പം ഇവിടെ 3.7 × 10 - 2.5 ചെയ്യുമ്പോൾ കിട്ടുന്നത് 34.5 ആണ്. ആ കിട്ടുന്ന വാല്യൂവിനെ നിങ്ങൾ നിയറസ്റ്റ് ഇൻഡിജറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുക. റൗണ്ട് ഓഫ് ചെയ്ത് കിട്ടുന്നതിൻ്റെ കൂടെ 5 മോഡറേഷൻ ആഡ് ചെയ്യുക. മോഡറേഷൻ ആഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും നിങ്ങൾ ഔട്ട് ഓഫ് 100ൽ യൂണിവേഴ്സിറ്റി എക്സാമിന് ഓരോ സബ്ജക്റ്റിനും സ്കോർ ചെയ്യുന്ന ആ മാർക്ക് എന്ന് പറയുന്നത്. ദെൻ ആ മാർക്കിനെ നിങ്ങളുടെ ഇന്റേണൽ മാർക്സ് ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്ക് കിട്ടിയ ഇന്റേണൽ മാർക്സിനെ നോർമലൈസ് ചെയ്യും. നോർമലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾക്ക് എൻ സെമസ്റ്ററിൽ നിങ്ങൾ സ്കോർ ചെയ്ത മാർക്കും ഇന്റേണൽ മാർക്കിന്റെ പെർസെൻറ്റേജും തമ്മിൽ 30% വേരിയേഷനെ വരാൻ പറ്റുള്ളൂ മാക്സിമം. സോ അപ്പോൾ അതിൽ കൂടുതൽ വരുവാണെങ്കിൽ നിങ്ങൾക്കത് നഷ്ടപ്പെടും. സോ ആ രീതിയിൽ ഇത് 70%ലേക്ക് മാറും. സോ അപ്പോൾ നിങ്ങൾ 40 കിട്ടിയ ഒരു സ്റ്റുഡൻ്റ് ആണ് എങ്കിൽ നിങ്ങൾ എന്താണ് യൂണിവേഴ്സിറ്റി എക്സാമിന് 40 ആണ് സ്കോർ ചെയ്യുന്നതെങ്കിൽ ഇന്റേണൽ മാർക്സ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 35 ആയിട്ട് മാറും. ദെൻ ആ കിട്ടുന്ന 35നെ 40യുടെ കൂടെ ആഡ് ചെയ്തപ്പോൾ കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ആ പെർട്ടിക്കുലർ സബ്ജക്റ്റിന് ഔട്ട് ഓഫ് 150ക്ക് നിങ്ങൾ സ്കോർ ചെയ്യുന്ന മാർക്ക് എന്ന് പറയുന്നത്. സോ ഈ സ്കോർ ചെയ്യുന്ന മാർക്ക് ഔട്ട് ഓഫ് 150ൽ നിങ്ങൾ സ്കോർ ചെയ്യുന്ന മാർക്ക് 50% എബോ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ 2019 സ്കീം സ്റ്റുഡൻസിനെ ആ സബ്ജക്റ്റിലേക്ക് പാസ് ആയതായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമായിരിക്കും. 2019 സ്കീമിന് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിന് 40% സ്കോർ ചെയ്യണം. അതോടൊപ്പം തന്നെ ഇന്റേണൽ മാർക്സും യൂണിവേഴ്സിറ്റി എക്സാം മാർക്കും കൂടി ചേർക്കുന്ന സമയത്ത് രണ്ടും കൂടി ഒരുമിച്ച് കൺസിഡർ ചെയ്യുമ്പോൾ 50% എബോ വരികയും വേണം. ഓക്കെ, സോ അപ്പം 75 വന്നു. അതെന്ന് പറയുന്നത് 150യുടെ 50% ആണ് 75. സോ ആ 50% അനുസരിച്ചാണ് നമ്മൾ ഗ്രേഡ് പോയിന്റ് എടുക്കുന്നത്. സോ 50% to 55 ആണെന്ന് തോന്നുന്നു. ആ ഒരു സ്ലാബിൽ വരുന്നവർക്ക് P ഗ്രേഡാണ് അസൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ആ ഗ്രേഡ്സും കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് SGPA CGPA കാൽക്കുലേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോയിൽ നിങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. അതുകൂടി നോക്കി നിങ്ങളിത് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ നിങ്ങളുടെ കറസ്പോണ്ടിങ് ഗ്രേഡ്സ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഇത് 100% കറക്റ്റാണ് എന്നുള്ള അവകാശവാദമൊന്നും എനിക്കില്ല. എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഏകദേശമൊക്കെ എന്തായാലും കറക്റ്റ് തന്നെയാണ്. ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടായിക്കൂടായില്ല.
എന്തായാലും എനിക്ക് മനസ്സിലായ കാര്യങ്ങളെ ബേസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് മാത്രം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, അതനുസരിച്ച് ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്കും പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ദെൻ ബൈ ഫോർ നൗ, ടേക്ക് കെയർ.